ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിഞ്ജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് ആൻഡ് DOP ബാഹുൽ രമേശ് ചെയ്ത് മുജീബ് മജീദ് മ്യൂസിക്കും ചെയ്ത് പുതിയതായിട്ട് പുറത്തിറങ്ങാൻ പോകുന്ന ഒരു സന്ദീപ് പ്രദീപ് ചിത്രമാണ് ഇക്കോ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് കിഷ്കിന്ധകാന്തം. അത് മാത്രം മതിയെന്നോന്ന് ഈ സിനിമയുടെ ഹൈപ്പ് കയറ്റാനായിട്ട്. സോ പടക്കളം ഫിലിം സന്ദീപാണ് മെയിൻ ലീഡിൽ വരുന്നത്. സോ അതിൻ്റെ ട്രെയിലറാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജയറാമാണ്, വേറെ ഏതോ ഒരു ജയറാമാണ്. The Japanese divisions are facing heavy resistance in Malaya. Civilian casualties are rising as the occupation grows increasingly stringent, asserting pressure across the supply routes. ഇത് മലയാള സിനിമ തന്നെ തുടക്കം തന്നെ ഞെട്ടിച്ച്, സത്യം പറഞ്ഞ. ഫ്രം ദ റൈറ്റർ ഓഫ് കിഷ്കിന്ധകാന്തം. സിംഗപ്പൂരിനൊക്കെ ആളുകൾ കപ്പൽ കയറുന്നത് പണ്ട് സ്ഥിരമായിരുന്നു. INL ചേരാൻ പോയത് പോലും ഓർക്കുന്നില്ല. നിലവിൽ ഈ ബ്രീഡിന്റെ നല്ല പറഞ്ഞ വെർഷൻ ഉള്ളത് നിങ്ങളുടെ മലേഷ്യൻ പട്ടികൾ എങ്ങനെ നമ്മുടെ നാട്ടിൽ നിർത്തി. സന്ദീപിക ടാലന്റ് ഒക്കെ നമ്മൾ കണ്ടതാണ് പടക്കളത്തിലൂടെയൊക്കെ. അപ്പൊ പുള്ളി ഇതിന് നന്നായിട്ട് ചെയ്യുന്നൊരു വിശ്വാസമുണ്ട്. പണ്ട് ജിം കോർപ്പറ്റ് പോയി പാറമടയിൽ തങ്ങിയ കഥ വായിച്ചിട്ടുണ്ട്. ഹസ്കി പട്ടി, ഹസ്കി തന്നെ. Even supply dogs to military and police in India. എന്തുവാണ് ഇത്? ഓരോ ഫ്രെയിംസും ഇജാതി. എനിക്ക് തോന്നുന്നു ഡയറക്ടറും ട്രാവലറാണെന്ന് തോന്നുന്നു. എല്ലാം എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഓരോ സ്ഥലവും കാണുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീലും ഒരു പക്ക ക്വാളിറ്റി സ്റ്റഫ്. നരേനൊക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിൽ വീട് മരിച്ചവരുണ്ട്, പുഴയിൽ ഇങ്ങിയവരുണ്ട്, മെയിൻ കട്ട് ചെയ്തവരുണ്ട്, ആക്സിഡൻസ് ഉണ്ട്. പലജാതി ടീമുകളാണ് കറങ്ങിടക്കുന്നത്. ആ കാട്ടുകുന്നാണെങ്കിൽ കാറ്റ് വിശ്രമിക്കുന്ന സ്ഥലം. കരഞ്ഞാൽ പോലും ആരും കേൾക്കുക. Echo from the Infinite Chronicles of Kuriachi. ഗൈസ്, ടീസർ രക്ഷയില്ല കേട്ടോ, സൂപ്പർ ടീസർ. ഫ്രം ദ മേക്കേഴ്സ് ഓഫ് കിഷ്കിന്ധകാന്തം. അവർ തന്നെയാണ് മ്യൂസിക്, ഡയറക്റ്റ്, സ്റ്റോറി, സ്ക്രീൻ പ്ലേ എല്ലാം ആ ടീമാണ്. അന്ന് ഇതിൽ ആ ഫ്രെയിംസും വിഷ്വൽസും ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം ഇജാതി സാധനം. അതിനൊരു കണ്ടന്റ് ഓറിയന്റഡ്, കിഷ്കിന്ധകാന്തം പോലത്തെ ഒരു നല്ലൊരു സിനിമ തന്നെയാണ് വരാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. ഒരു കണ്ടന്റ് ഓറിയന്റഡ് പടം. എന്താണ് ചെയ്തു വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ മലയാളം ഫിലിംസ് ആ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു സ്റ്റാൻഡേർഡ് തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലെവലപ്പ്, സിനിമയിലുള്ള ഒരു മാറ്റങ്ങൾ, ആ ഒരു സ്റ്റോറി. മുമ്പ് നമ്മൾ സ്റ്റോറി വൈസിൽ നമ്മൾ തന്നെയാണ് മുന്നിട്ട് നിന്നത്, ഇപ്പോഴും അതുപോലെ നിൽക്കുന്നുണ്ട്. അതിനിപ്പം എന്തോ ഒരു ക്വാളിറ്റി ഒക്കെ കൂടി വരികയാണ് മലയാളം ഇൻഡസ്ട്രിക്ക്, മോളിവുഡിന്. എല്ലാവരും പുറത്ത് ഇൻഡസ്ട്രിയൊക്കെ എപ്പോഴും മലയാളം ഇൻഡസ്ട്രീനെ പ്രൈസ് ചെയ്യുന്നത് അതിനാണ്. അവരുടെ സ്റ്റോറി ടെല്ലിങ്, അവരുടെ ക്വാളിറ്റിയൊക്കെ ഇപ്പം ഇൻക്രീസ് ആവുന്നു. അതെങ്ങനെയാണ് എന്നൊക്കെ. അത്രയ്ക്കും ടാലന്റഡ് പീപ്പിൾസ് മലയാളം ഇൻഡസ്ട്രിയിലുണ്ട്. ഇതെന്താണ് ആ സ്ഥലങ്ങളൊക്കെ, അത് ആ വിഷ്വൽസ്, ആ DOP ഒക്കെ ചെയ്തിരിക്കും. പൊന്നോ, തീ സാധനം കേട്ടോ. സന്ദീപ് ഇതിൽ കത്തിക്കും മിക്കവാറും. ആൻഡ് പടം വരട്ടെ.